ചിരിച്ചി ചിരിച്ചി ചക്കര തരുന്ന ചക്കര തരും. ഒന്ന് ഇറങ്ങി നിൽക്കടാ അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവും ചേട്ടാ, കേട്ട് ഞാൻ. ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടണേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃത്തം അതാ മന്ദബുദ്ധിക്ക് ഇപ്പേക്കിന്റെ ബുദ്ധി നോക്കിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തായി, പെണ്ണ് ഇറക്കുക, മേളം തുടങ്ങിക്കോട്ടെ. എഞ്ചിൻ ഓഫ് ചെയ്തോ, എഞ്ചിൻ ഓഫ് ചെയ്തോ. നീ കൈമൾ മാഷ്. നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷെ ഞാൻ അറിയും. കൈമൾ മാഷ് തന്നെ, പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രയ്ക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും. അറിഞ്ഞാ പിന്നെ മറക്കുകയില്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്നാ? വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തറവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയാ അവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ, ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, മറ്റേ ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാനിനി എവിടെ പോയി വിളിക്കാം? മാഷെ, എന്റെ കൈവടിയരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീ ആയി, നിന്റെ പാടായി. അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? വെക്കുള്ളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു വെക്കുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നീ ദേവീത് തിരിച്ചു പോവോ? അതെങ്ങനെ പോകാനാ? അച്ഛനും അമ്മ എവിടെ വെച്ചാ വിളിക്ക്. അരിയും പൂവ് എറിഞ്ഞ് മുഹൂർത്തം കഴിച്ചതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കേട്ടാ പറയേ. ഒന്ന് ഇറങ്ങി പോകണ്ടോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. അയ്യോ, ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അച്ഛൻ അല്ല, നീ എവിടെ പോവാ? മൂത്രമൊഴിച്ചിട്ട് വരാം. വേഗം വാ, എനിക്ക് പോണം. ഇപ്പൊ എന്താ ചെയ്യാ? നമസ്കാരം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഇനി ഈ വീട്ടുകാരാ പോവുക അല്ല പക്ഷേ? അതെ, ഇവിടെന്ന് വെച്ചാ? അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത് ഇങ്ങനെ. അതാ ഞാൻ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്താരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? അയ്യോ, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട്. സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള? അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഈ പരിസരത്ത് വെച്ചാ? ഇനി വന്നേ. അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാല ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? എന്തുകൊണ്ട് ചെയ്യാറുണ്ട് നമുക്ക്? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അത് ശരി. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താ? ഓമനക്കുട്ടനാണ് ചെയ്തെങ്കിലുണ്ടല്ലോ, രണ്ടിനെ അരിഞ്ഞ പട്ടിക്കിട്ട് കൊടുക്കും, അറിയാവോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്തേന്നും പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കില് മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിനാ? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടാ. കുട്ടന്റെ അച്ഛ, കല്യാണം മുടങ്ങി നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല് കിട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്തേക്ക് കയറ്റിയാട്ടെ. മിണ്ടിപ്പോരുത്. തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ചു. കല്യാണം കൂടെ
കാരണം ചെക്കന്റെ നില പെണ്ണിനെ കെട്ടിവെച്ച് കുടുംബ മഹിമ പറയുന്നോ? ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെടനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ പുറ കൊടുത്ത പെണ്ണായത്. അവൻ കെട്ടിയ താലിയായി കഴുത്തെ കിടക്കുന്നത്.